നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പ്. കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ വളരെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നൊരു സമയമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പത്രമാധ്യമങ്ങളിൽ നിന്നും വലിയ ചർച്ചയാകുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഇത് ഒന്നോ രണ്ടോ പേരുടെ പ്രശ്നമല്ല. കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ ഓൺലൈൻ ടാക്സി ഓടിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ, അവരുടെ കുടുംബത്തിൻ്റെ വലിയൊരു സങ്കടം അത് കാണാൻ ഇവിടെ ആരുമില്ലാത്തൊരവസ്ഥ പോലെ തോന്നുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം കോട്ടയത്തൊരു ചേട്ടൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറോട് പറയണേ, നിൻ്റെ വണ്ടി തല്ലിപ്പൊളിക്കും. എനിക്ക് എത്രയാണ് 6-7 വണ്ടിയായിട്ട് അദ്ദേഹത്തിന് ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഇല്ലാതാക്കിയാലും എനിക്ക് ജീവിക്കണം അല്ലേ? നിൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ചാലും എൻ്റെ 6-7 വണ്ടി ഇവിടെ കിടന്ന് ഓടണം. മനുഷ്യൻ്റെയൊക്കെ ചിന്താഗതി അങ്ങോട്ട് പോയി എന്നെനിക്കറിയില്ല. ഈ ഓൺലൈൻ ടാക്സി എന്താണ്? ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുള്ള പല കമ്പനികളുണ്ട്. ഓലയുണ്ട്, റാപ്പിഡോ ഉണ്ട്, അതുപോലെ കേരള സവാരി, അത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. പിന്നെ യൂബർ, അങ്ങനെ പല കമ്പനികൾ ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഓൺലൈൻ ടാക്സി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ ഓൺലൈൻ ടാക്സിയെ ഇഷ്ടപ്പെടുന്നത്? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് സെക്യൂർഡാണ്, ഡ്രൈവറും സെക്യൂർഡാണ്, അതിൽ യാത്ര ചെയ്യുന്നവരും സെക്യൂർഡാണ്. എങ്ങനെയാണ് സെക്യൂർഡ് ആകുന്നത്? ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു സുഹൃത്ത്, അടുത്ത സുഹൃത്തായിരുന്നു, അദ്ദേഹം ടാക്സി ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ടാക്സി ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് സ്റ്റാൻഡിൽ നിന്നും ടാക്സി വിളിച്ചുകൊണ്ടുപോയി. അന്ന് ഓൺലൈൻ ടാക്സി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആരോ സ്റ്റാൻഡിൽ നിന്ന് ടാക്സി വിളിച്ചുകൊണ്ടുപോയി. പിറ്റേ ദിവസം കേൾക്കുന്ന വാർത്ത, അദ്ദേഹത്തിനെ കൊന്ന് റോഡിൻ്റെ സൈഡിലിട്ടേക്കണേ. കാർ എങ്ങോട്ട് പോയെന്നറിയില്ല. ഇത് ആ ഒരു സുഹൃത്തിൻ്റെ മാത്രമല്ല, ഇതുപോലെ ഒത്തിരി വാർത്തകൾ നമ്മൾ വായിച്ചതാണ് അല്ലേ? ടാക്സി വിളിച്ചുകൊണ്ട് പോയിട്ട് ഡ്രൈവറെ കൊന്നിട്ട് കാർ കൊണ്ടുപോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ യാത്രക്കാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥകൾ, ഇങ്ങനെ പല അവസ്ഥകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു അറുതി വന്നത് ഈ ഓൺലൈൻ ടാക്സി വന്നതിന് ശേഷം. കാരണം നമുക്ക് ധൈര്യമായിട്ട് അതിൽ കയറി യാത്ര ചെയ്യാം. എന്താണ്? ആ ടാക്സി ആരാണ് വിളിക്കുന്നത്, അത് എവിടെ നിന്നാണ് പുറപ്പെടുന്നത്, ഏത് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, അത് എല്ലാം വളരെ വ്യക്തമായിട്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ സെക്യൂർഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ വർഷം മുന്നേ എറണാകുളത്ത് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് പിന്നീട് എന്താ സംഭവിച്ചത് ഇല്ലേ? ഈ പരമ്പരാഗത ടാക്സി എന്ന് പറയുന്ന അവർ അതിൻ്റെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പലരും ആ ഓൺലൈൻ ടാക്സിയിലേക്ക് വന്നു. അതായിരുന്നു യാഥാർത്ഥ്യം ഇല്ലേ? അതുപോലെ ഓട്ടോറിക്ഷ ഒത്തിരി ഇവിടെ ഓടുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ജീവിക്കണില്ലേ? എന്തിനാണ് അതിനോടൊരു എതിര് കാണിക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, പരമ്പരാഗത ടാക്സിക്കാരെന്ന് പറയുന്നുണ്ട്, ഇവിടെ ഈ ഓൺലൈൻ ടാക്സി എത്ര ടാക്സിയാണെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം? ഇവരെല്ലാം നാളെ സുപ്രഭാതത്തിൽ നിങ്ങൾ പറയുന്ന പോലെ ഈ ഓൺലൈൻ ടാക്സി കമ്പനിയൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കണേ. ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി നിങ്ങൾ കിടക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാൻഡിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡിലേക്ക്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനടുത്ത് നിങ്ങൾ കിടക്കുന്ന സ്റ്റാൻഡിലേക്ക്, ഇങ്ങോട്ടെല്ലാം ഈ വണ്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും? നിങ്ങളവിടെ അവരെ കിടത്താൻ അനുവദിക്കുമോ? കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പോൾ 5-10 പേരൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ നിങ്ങൾ അധികാരം പോലെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ ഇവർ ഓൺലൈൻ ഈ പ്ലാറ്റ്ഫോം ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ അവരെ കിടത്തുമോ? ഓട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ സമ്മതിക്കുമോ? ഒന്നാലോചിച്ച് നോക്ക്. അപ്പോൾ എന്തിനാണ് ഈ തല്ലുപിടുത്തം? എല്ലാവരും ജീവിക്കാൻ വേണ്ടി ചെയ്യണമല്ലേ? പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു അനാസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെടുത്ത് പറയാനുള്ളത്, ഈ ഓൺലൈൻ ടാക്സിയുടെ റേറ്റിൻ്റെ കാര്യത്തിൽ അതിലൊരു ഏകീകരണം വേണം. കാരണം തോന്നണ പോലെ റേറ്റ് മേടിക്കാനും തോന്നണ പോലെ ഈ വണ്ടിക്കാരെ കൊണ്ട് ഓടിപ്പിക്കുക എന്നുള്ള പ്രവണത ചില ഓൺലൈൻ ടാക്സി കമ്പനികൾക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ട് അതിനതിൻ്റേതായ ഒരു ഫിക്സഡ് റേറ്റ് തീരുമാനിക്കണം. അത് തീരുമാനിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും.
അപ്പോൾ അതിന് പരമ്പരാഗത ടാക്സിക്കാരെന്ന് പറയുന്നവരൊക്കെ തന്നെ ഓട്ടോമാറ്റിക് ഇതിലേക്ക് വരാൻ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. ഇന്ന് അവരും പലരും വരാത്ത കാര്യം തന്നെ ഇതിനകത്ത് ചില റേറ്റായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. കാരണം ചില സമയത്ത് റേറ്റ് കൂടുതൽ മേടിക്കും, ചിലപ്പോൾ വളരെ റേറ്റ് കുറച്ച് കസ്റ്റമറിന് ഓഫറൊക്കെ ഇട്ട് കൊടുക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെയാണ്. ടാക്സി റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഏകീകരണം വേണം. ഒരു കിലോമീറ്ററിന് ഇത്ര രൂപ, മിനിമം ചാർജ് ഇത്ര രൂപ എന്നും പറഞ്ഞ് അതൊരു ഏകീകരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതുപോലെ തന്നെ ഈ ടാക്സി തടയുന്ന പ്രവണത ഒഴിവാക്കിയെടുക്കുക. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടേണ്ട സമയം കഴിഞ്ഞ് അല്ലേ? എത്രയോ സംഭവങ്ങളായി ഇപ്പോൾ ഓരോ വണ്ടി തടഞ്ഞു നിർത്തിയുള്ള പ്രശ്നങ്ങൾ, ചീത്ത പറച്ചിൽ, അതുപോലെ കുറേ ഇഷ്യൂവിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ഭയപ്പാടോടുകൂടിയാണ് ഇന്ന് ഓൺലൈൻ ടാക്സി കൊണ്ടുവന്ന് കിടക്കുന്നത്. കാരണം എവിടെ വെച്ച് ആര് തടയും, എന്ത് പറയും, ആര് ചീത്ത പറയും എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ജനങ്ങൾ ഓൺലൈൻ ടാക്സി ഇഷ്ടപ്പെട്ട് തുടങ്ങി. കാരണം സെക്യൂർഡായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ടാക്സി സർവീസാണത്, അല്ലേ? അപകടമില്ലാത്ത ഒരു ടാക്സി സർവീസ്. അപ്പോൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെട്ട് അതിന് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ കുറേ കുടുംബങ്ങൾ ദുരിതത്തിലാവും ആയിക്കൊണ്ടിരിക്കണേ. അതിനൊരവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കണേ.